ഹലോ, എപ്പിസോഡ് 12 കേട്ടോ. നേരം വൈകി എന്താണ് അവർ തിരികെ വരാത്തത്? നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ പോകാനൊരുങ്ങുമ്പോൾ രണ്ടാളുകൾ പറയും, കുറ്റവാളികളെ പിടികൂടി. ആരാണ് കിണറ്റിൽ വിഷമിട്ടത്? ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെട്ടോ? ആ സംസാരം ഹീറോയും ബായയും കേൾക്കും. അങ്ങനെ അവർ പോവും. ഇതേ സമയം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ സാഞ്ചിയെയും കർത്താവിൻ്റെ മകളെയും കൈ കെട്ടിയിട്ടിട്ട് മുട്ടുകുത്തി ഇരുത്തിയിട്ടുണ്ടാവും. അവർ അയാളോട് പറയും, നിങ്ങൾ ഞങ്ങളെ ഇപ്പോൾ പോകാൻ അനുവദിക്കുന്നതാണ് നല്ലത്. ഇൻസ്പെക്ടറായ കർത്താവ് എന്നെ നിയോഗിച്ചു. കർത്താവ് നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങളെ വെറുതെ വിട്ടാൽ ഞാൻ ശിക്ഷിക്കപ്പെടില്ലേ എന്ന് ഉദ്യോഗസ്ഥൻ ചോദിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഭൂമിയുടെ ഉദ്ദേശം നിങ്ങളുടേത് എന്താണ് എന്ന് അവർ രണ്ടുപേരും അയാളോട് ചോദിക്കും. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയും, നിങ്ങൾ മരിക്കുന്നു. അതിന് നിങ്ങൾ ഇത് അറിയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് നരകത്തിലെ രാജാവിനോട് ചോദിക്കാം, നിങ്ങൾ മരിച്ചതിനു ശേഷം. അവിടേക്ക് ഭായിയും ഹീറോയും ഈ സമയം കടന്നു വരും. അവർ പോയിക്കോട്ടെ എന്ന് പറയും. പക്ഷേ സാഞ്ചിയെയും കർത്താവിൻ്റെ മകളെയും എണീപ്പിച്ച് അനുയായികൾ കഴുത്തിൽ വാൾ വെക്കും. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയും, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ആയുധങ്ങൾ താഴെയിടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടാവില്ല. നിങ്ങൾ വളരെ ധൈര്യശാലിയാണ്. നിങ്ങളാണോ ഇൻസ്പെക്ടർ? ഞങ്ങൾ തെക്കൻ വടക്കൻ നഗരങ്ങളിലെ തായ്ഫോ മജിസ്ട്രേറ്റിൻ്റെ മക്കളാണ്. ഞങ്ങളെ നിനക്ക് കൊല്ലണോ എന്ന് അവർ രണ്ടുപേരും ചോദിക്കും. നിങ്ങൾ ഇവിടെ നിന്നും പോകില്ല. നിങ്ങളുടെ പിതാക്കന്മാരോട് നിങ്ങൾ പ്ലേഗ് മൂലം മരിച്ചു എന്ന് പറയും. അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ ഒരാൾ കൊല്ലപ്പെടുന്നു എന്നും പറയും. അപ്പോൾ അവർക്ക് എന്നെ ശിക്ഷിക്കാനാവില്ല, ഞാൻ അത് ചെയ്യും എന്നയാൾ പറയും. നിങ്ങൾ അതിന് കഴിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് അവർ ആയുധമെടുത്ത് യുദ്ധം തുടങ്ങും. ബായ് ആദ്യം, നീ അവരെ കൊണ്ട് പോ, ഞാൻ പിന്നിൽ വരാമെന്ന് ഹീറോ പറയും. അപ്പോൾ സാഞ്ചി ഇല്ല എന്ന് പറയും. വേഗം പോ എന്നവൻ ഉറക്കെ പറയും. അങ്ങനെ അവർ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവും. അങ്ങനെ ആ കറുത്ത മനുഷ്യൻ സാഞ്ചിയെ കൊല്ലാനൊരുങ്ങും. അപ്പോൾ ബായ് അത് തടയും. അപ്പോൾ അവിടേക്ക് ഹീറോ വന്ന് അയാളോട് പോരാടും. അതിനിടയിൽ നമ്മുടെ ഹീറോയുടെ ഹാർട്ടിന് പിടിച്ചിട്ട് അയാൾ തള്ളും. അതിൽ അവൻ വീഴും. ആ സമയം അവൻ തെറിച്ച് വീഴും. അപ്പോൾ സാഞ്ചി ഓടി വന്ന്, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഹീറോയുടെ വായിൽ നിന്ന് രക്തം വരുന്നുണ്ടാവും. അവൻ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ വെറുതെ തുപ്പിയതാണ് എന്ന് പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? തികച്ചും ഗുരുതരമായൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് അവൻ ആ സാഹചര്യത്തിൽ അവളോട് ചോദിക്കും. അപ്പോൾ അവൾ പറയും, നമുക്ക് ആദ്യം ഇവിടെ നിന്ന് പോകാം. അപ്പോൾ ഞാൻ മരിച്ചാൽ വിവാഹവും പ്രണയവും ഉണ്ടാവുമോ? നീ ഭാര്യയെ വിവാഹം കഴിക്കുമോ? തെക്കൻ നഗരത്തിലെ ചുഴലിക്കാറ്റ് പോലെ ഞാൻ അവനേക്കാളും ശക്തനും സുന്ദരനുമാണ്. അപ്പോൾ അവൾ പറയും, അതെ, നിങ്ങൾ അവനേക്കാൾ മികച്ചതാണ്. അങ്ങനെ അവർ കണ്ണുപൂട്ടും. അവൾ കരയും. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയും, അവരെ കൊല്ലൂ. അങ്ങനെ അവർ അവനെ കൊല്ലാനിരുങ്ങും. ആ സമയം ഹീറോയുടെ കാമുകി നിറയെ അമ്പുകൾ ചെയ്ത് അവരെ വെല്ലാൻ വീഴ്ത്തും. അവരുടെ കൂടെ, ആ പെൺകുട്ടിയുടെ കൂടെ ഒരുപാട് അനുയായികൾ ഉണ്ടാവും. അവർ അവരെ കൊണ്ട് അങ്ങോട്ട് നടന്നു വരും. എന്നിട്ട് സാഞ്ചിയെ തട്ടി മാറ്റി അവൻ്റെ കൈ പിടിച്ച് നോക്കും. എന്നിട്ട് അവൾ എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ആ ഉദ്യോഗസ്ഥനെ ഹീറോയുടെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കും. അയാളെ ചോദ്യം ചെയ്യും. നിനക്ക് ഈ കേസിൽ എന്തൊക്കെയാണ് മനസ്സിലായത് എന്ന് അച്ഛനോട് ചോദിക്കും. അപ്പോൾ അവൾ പറയും, നിങ്ങൾ അവിടുത്തെ യഥാർത്ഥ ഉദ്യോഗസ്ഥനല്ല. അതായത് അയാളുടെ ഉദ്യോഗസ്ഥൻ്റെ പേര് കിങ് ഫാങ് ആണ്. അപ്പോൾ യഥാർത്ഥ കിങ് ഫാങ് നിങ്ങളല്ല എന്നവൾ പറയും. യഥാർത്ഥ കിങ് ഫാങ്ങിനെ നിങ്ങൾ കൊന്നു എന്ന് പറയും. തായ്വാൻ പ്രതിമയിൽ മൃതദേഹം ഒളിപ്പിച്ചു. അതെങ്ങനെ നീ അറിഞ്ഞു എന്ന് അയാൾ ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഞാൻ ആദ്യമായി ക്ഷേത്രത്തിൽ പോയപ്പോൾ എനിക്ക് വളരെ വിചിത്രമായി തോന്നി. ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഹാളും പ്രതിമയും വളരെ പഴയതായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചതിന് ശേഷം പ്രതിമ പുതുക്കി പണിയുന്നത് നിങ്ങൾ വിലക്കിയിരുന്നു. ആ സമയം ഹാളിൽ ശവം ഞാൻ മണത്തിരുന്നു. പക്ഷേ ഞാൻ മൃതദേഹം കണ്ടില്ല. പ്രതിമ പൊള്ളയാണ്. ഞാൻ കരുതുന്നു ഈ ശവം മറച്ചു പ്രതിമയിൽ. അതിനാൽ നിങ്ങൾക്ക് പ്രതിമ പുതുക്കി പണിയുന്നത് വിലക്കി. ഞാൻ നിൻ്റെ പുറകിലെ മുറിയിലേക്ക് നുഴഞ്ഞു കയറി. ഇന്നലെ രാത്രി കിങ് ഫാങ്ങിൻ്റെ മെമ്മോറിയൽ ടാബ്ലറ്റ് ഞാൻ കണ്ടു. ആ പ്രതിമയിൽ ഒളിപ്പിച്ചിരുന്ന ശവം യഥാർത്ഥ കിങ് ഫാങ്ങിൻ്റേതാണോ അല്ലേ? നീ കിങ് ഫാങ് ആയി വേഷം മാറി ബൈഫാങ് കൗണ്ടിയിൽ മജിസ്ട്രേറ്റ് ആയി ജോലി ചെയ്തു. ഞങ്ങളോട് പറ, നിങ്ങളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്നവൾ ചോദിക്കും. ഈ രഹസ്യം ഞാൻ സൂക്ഷിക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ ആ പഴയ മഠാധിപതി എന്നെ ചെവി കൊണ്ടില്ല. ആ പ്രതിമ പുതുക്കി പണിയാൻ നിർബന്ധിച്ചു.
അപ്പോൾ സാഞ്ചി പറയും, അതുകൊണ്ടാണ് നിങ്ങൾ മഠാധിപതിയെ കൊന്നതല്ലേ, ബ്ലാസ്റ്ററുടെ മേൽ കുറ്റം ചാർത്തിയത്. ഇപ്പോൾ നിങ്ങൾ എല്ലാം ഊഹിച്ചു. ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞ് അയാൾ പറയും, ഞാൻ തീർച്ചയായും കിങ്ഫാങ് അല്ല. യഥാർത്ഥത്തിൽ കിങ്ഫാങ് എൻ്റെ യജമാനനാണ്. ഞാൻ വെറുതെ അവൻ്റെ ഒരു പഠന സേവകനാണ്. എൻ്റെ യഥാർത്ഥ പേര് ലിയു കെ എന്നാണ്. അന്ന് കിങ്ഫാങ് പരീക്ഷ എഴുതി പാസ്സായി. ബൈഫാങ് കൗണ്ടിയിൽ കൗണ്ടി മജിസ്ട്രേറ്റായി ജോലി ചെയ്യാൻ അയച്ചു. അവൻ എൻ്റെയും ഭാര്യയെയും കൂടെ അവിടെ വന്നു. എന്നാൽ അവന് അറിയില്ലായിരുന്നു അവൻ്റെ ഭാര്യയും ഞാനും ബാല്യകാല പ്രണയികളായിരുന്നു എന്ന്. ഞങ്ങൾ ഒരുമിച്ച് വളർന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല, നമ്മുടെ നില കാരണം. ഞാൻ അവരെ കൂടുതൽ കാണാൻ വേണ്ടി അവൻ്റെ അരികിൽ അവനെ സേവിച്ചു. കിങ്ഫാങ്ങിൻ്റെ ഭാര്യയെ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ പഴയ കാര്യങ്ങൾ പിന്നീട് കാണിക്കുകയാണ്. അവർ 3 പേരും ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ കിങ്ഫാങ് പറയും, നേരം ഇരുട്ടായി. പിന്നീട് അയാൾ തായയാങ് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കും. ആ സമയം ലിയൂക്കി തൻ്റെ കാമുകിയെ വാഹനത്തിൽ നിന്നിറക്കി അവരുടെ കൈ പിടിക്കും. അയാൾ ക്ഷേത്രത്തിൽ നിന്നും പ്രാർത്ഥിച്ചു വന്ന് തൻ്റെ ഭാര്യയെയും കൂട്ടി ഉള്ളിലേക്ക് പോകും കിങ്ഫാങ്. പിന്നീട് കാണിക്കുന്നത് ലിയൂക്കി കിങ്ഫാങ്ങിൻ്റെ ഭാര്യയുടെ കൈ പിടിച്ച്, ഈ ജീവിതം മതിയായി, നമുക്ക് ഒളിച്ചോടാം, നമുക്കൊരു ജീവിതം ഉണ്ടാക്കണ്ടേ, നമ്മളിവിടെ ആർക്കും അറിയില്ല എന്നൊക്കെ പറയും. അവൾ അതെ എന്ന് പറയും. അത് കിങ്ഫാങ് കാണും. അങ്ങനെ കിങ്ഫാങ്ങിനെ ലിയൂക്കി കൊല്ലും. ലിയൂക്കി പറയും, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ യജമാനൻ്റെ മൃതദേഹം ക്ഷേത്രത്തിലെ ഹാളിലെ പ്രതിമയിലേക്ക് മാറ്റി. ഞാൻ ശാന്തനായ ശേഷം ഞാൻ ചിന്തിച്ചു, ഈ ക്ഷേത്രത്തെ തിരക്കുള്ളതാക്കുക. എല്ലാ സമയത്തും പ്രതിമ വൃത്തിയാക്കാൻ ഞാനൊരു മഠാധിപതിയെ നിയമിച്ചു. വീട്ടിലൊരു മെമ്മോറിയൽ ടാബ്ലറ്റ് സ്ഥാപിച്ച് അദ്ദേഹത്തെ ഞാൻ അയച്ചു. അതിനാൽ നിങ്ങൾ അവനെ മാറ്റി ബൈഫാങ് കൗണ്ടിയിൽ അധികാരം ഏറ്റെടുക്കാൻ വന്നു എന്ന് കർത്താവിൻ്റെ മകൾ കൂട്ടിച്ചേർത്തു. അയാൾ അതെ, തീർച്ചയായും ഞാൻ ഒരു നല്ല ഉദ്യോഗസ്ഥനാവുമെന്ന് സത്യം ചെയ്തു. കൂടാതെ ഞാൻ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു, എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട്. സാഞ്ചി പറയും, പക്ഷേ നീ അത് പ്രതീക്ഷിച്ചില്ല അല്ലേ, നിങ്ങൾ നിയോഗിച്ച മഠാധിപതി പുനർനിർമ്മിച്ച പ്രതിമ നിങ്ങളോട് അറിയിക്കാതെ, എന്നിട്ട് നിങ്ങളുടെ രഹസ്യം കണ്ടെത്തി. അപ്പോൾ ലിയൂക്കി പറയും, മഠാധിപതി പ്രതിമയിൽ മൃതദേഹം കണ്ടെത്തി, ഞാനാണ് കൊലപാതകി എന്ന് അയാൾ ഊഹിച്ചു. എന്നോട് ചോദിക്കാൻ വന്നു, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അങ്ങനെ ഞാൻ അവനെ കൊന്നു. കൊലപാതകം ഞാൻ പ്ലാസ്റ്ററിലേക്ക് ചുമത്തി. അപ്പോൾ സാഞ്ചി പറയും, ഇതെല്ലാം പഴയ കാര്യങ്ങളാണ്, എന്തിനാണ് നീ പ്രചരിപ്പിച്ചത് മനുഷ്യനിർമ്മിത പ്ലാഗ്? അപ്പോൾ ലിയൂക്കി പറയും, ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്നു, നിങ്ങൾ എങ്ങനെയാണത് കണ്ടുപിടിച്ചത്? അപ്പോൾ സാഞ്ചി പറയും, കിണറിനടുത്ത് ഞാൻ ബിലോറൂട്ടിൻ്റെ അവശിഷ്ടം കണ്ടെത്തി. അപ്പോൾ ഞാൻ ആലോചിച്ചു, നിങ്ങളുടെ മാളികയിലെ വലിയ ജലപാത്രങ്ങൾ, അതിനാൽ ഞാൻ ഈ 2 കാര്യങ്ങളും ബന്ധപ്പെടുത്തി. തുടക്കത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നു, ഇനി കിണറ്റിൽ വിഷമിട്ടു മനുഷ്യനിർമ്മിത പ്ലാഗ് പടർത്താൻ ബൈഫാങ് കൗണ്ടിൽ തടഞ്ഞതിന്. അങ്ങനെ നിങ്ങൾ കൊല്ലും നിങ്ങൾ ഉദ്ദേശിച്ച ആളുകളെ. അതിനുശേഷം ഔഷധ സസ്യങ്ങൾ വിതരണം ചെയ്യാൻ നിങ്ങൾ ക്ലിനിക്കിന് ഉത്തരവിട്ടു. പൊടിച്ച ബിലിവറൂട്ട് രഹസ്യമായി ഔഷധ സസ്യങ്ങൾ ചേർത്തു. അത് ഡോക്ടറോട് പറഞ്ഞതിന്. അപ്പോഴും ഈ ചിന്താശൂന്യനായിരുന്നു. കിണറിന് സ്വയം ശുദ്ധിയാക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ നിശ്ചിത അളവിൽ കിണറിൽ ബിലിവറൂട്ട് ഇട്ടു, കിണറിൽ വിഷാംശം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കണ്ടുപിടിക്കാൻ അതുകൊണ്ട് സാധിച്ചു. അതേസമയം വിഷം കഴിക്കാതിരിക്കാൻ നിങ്ങളുടെ മാളികയിൽ ധാരാളം ശുദ്ധജലം സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ സൂചനകളെല്ലാം എനിക്ക് നിന്നിലേക്ക് വന്നു. ഞാൻ നിങ്ങളെ വില കുറച്ച് കണ്ടിരുന്നില്ല എന്ന് ലിയോക്കി പറയും. അപ്പോൾ കർത്താവിൻ്റെ മകൾ പറയും, നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മനഃപൂർവ്വം കിണറിൽ വിഷമുണ്ട് എന്ന് പ്രചരിപ്പിച്ചതെന്ന്. അതുകൊണ്ട് ഹീറോയും ബായയും കാറ്റടിക്കാൻ നിന്നു. ആ സമയം ഞാനും സാഞ്ചിയും ഇതേ സമയം തെളിവിനായി നിങ്ങളുടെ മുറിയിലേക്ക് പോയി. പ്രതീക്ഷയോടെ ഞങ്ങൾ നിങ്ങളുടെ മുറിയിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി. ബിലിവറൂട്ട്. കർത്താവിൻ്റെ മകൾ ചോദിക്കും, എന്നാലും നിങ്ങളോടൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എല്ലാവരെയും വഞ്ചിച്ചു, എന്തിനാണ് നീ ഇത്ര റിസ്ക് എടുത്ത് കിങ്ഫാങ് ആയി? ലിയൂക്കി പറയും, ആ നശിച്ച മനുഷ്യരെ കൊല്ലാൻ. ആരാണ് ആ നശിച്ച മനുഷ്യരെന്ന് സാഞ്ചി ചോദിക്കും. അപ്പോൾ അയാൾ പറയും, അഭിപ്രായങ്ങളില്ല. അച്ഛൻ ദേഷ്യപ്പെടും. എന്താണ് നിങ്ങൾ പറയാത്തത്? നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളെ നോക്കൂ എന്ന് പറയും. നിലവിലെ സാഹചര്യം പരിഗണിക്കുക. നിങ്ങളൊരു ഉദ്യോഗസ്ഥനല്ല, നിങ്ങളുടെ ഒരു കുറ്റവാളിയാണ്. നിങ്ങൾ ഞങ്ങളോട് എല്ലാ കാര്യവും പറയൂ. അപ്പോൾ ലിയൂക്കി പറയും, ഞാനൊരു കുറ്റസമ്മതം നടത്തിയല്ലോ. കറുത്ത മനുഷ്യരാണോ നിങ്ങളെ പറഞ്ഞ ദുഷ്ടർ? അവരാണോ നിങ്ങൾക്ക് ബിലിവറൂട്ട് തന്നത്? മജിസ്ട്രേറ്റ് എന്ന നിലയിൽ നിങ്ങൾക്കത് കിട്ടില്ല എന്ന് സാഞ്ചി പറയും. അപ്പോൾ ലിയൂക്കി പറയും, നിങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. കറുത്ത ഡ്രസ്സിട്ട ആൾ
ഇന്ന് രക്ഷപ്പെട്ടു. നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെന്ന് നടിക്കണം. നിങ്ങൾക്കറിയില്ല അത് ഏത് തരം ശക്തിയാണെന്ന് അയാൾ പറയും. എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്കൊരു കൊലപാതകയായി മാറിയത്? നിങ്ങൾ എപ്പോഴും കിങ് അല്ലായിരുന്നോ എന്ന് സാഞ്ചി ചോദിക്കും. അയാൾ ചിരിക്കും. എന്നിട്ട് പറയും, അവർ എന്നെ കണ്ടെത്തി. സാഞ്ചി ചോദിക്കും, നിങ്ങളെ മാറ്റി സ്ഥാപിച്ചതാണെന്ന് അവർക്കറിയാമായിരുന്നോ? നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ? അപ്പം അയാൾ അതെ എന്ന് പറഞ്ഞ് ഇരിക്കും. ഈ സാഹചര്യത്തിൽ കറുത്ത മനുഷ്യരുടെ ഐഡൻറ്റിറ്റി എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല എന്ന് സാഞ്ചി ലിയുക്കിയോട് ചോദിക്കും. അപ്പോൾ അവിടെ ആ കറുത്ത മനുഷ്യൻ വരും. ലിയുക്കി അതെ ഞാൻ പറയാം എന്ന് പറയും. എന്നിട്ട് തുടങ്ങുമ്പോഴേക്കും അയാൾ മരിക്കും. അയാളുടെ പുറകിൽ അമ്പുണ്ടാവും. നമ്മൾ ഈ കറുത്ത മനുഷ്യൻ അമ്പ് വെച്ചിട്ട് കൊന്നതാണ് അയാളെ. അവർ ഡോക്ടറെ വിളിക്കാം എന്ന് പറഞ്ഞ് ഭായിയും നമ്മളെ കർത്താവിൻ്റെ മകളും പോവും. ആ സമയം സാഞ്ചി ലിയുക്കിയോട് വീണ്ടും ചോദിക്കും. അപ്പോൾ ലിയുക്കി പറയും, വെറുതെയാണ്, നിങ്ങൾ വിടും, നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ അയാൾ മരിക്കും. പിന്നീട് കാണിക്കുന്നത് ഹീറോയുടെ മുറിയാണ്. ലീച്ച ചോദിക്കും അവൻ്റെ കാമുകിയോട്, ഹീറോയ്ക്ക് എങ്ങനെയുണ്ട്, സുഖമാവുന്നുണ്ടോ? അപ്പോൾ അവൾ പറയും, ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്, സാവധാനമേ സുഖം പ്രാപിക്കുകയുള്ളൂ. അപ്പോൾ അവൻ എപ്പോഴാണ് ഉണരാൻ കഴിയുക എന്ന് ഭായി അവളോട് ചോദിക്കും. ഞാൻ അവന് അക്യൂപഞ്ചർ ചികിത്സ ചെയ്യുന്നു, ഏതാനും മരുന്നുകളും കൊടുക്കുന്നുണ്ട്, അതിനാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ ഉണർന്നേക്കാം എന്ന് കാമുകി പറയും. നന്നായി, എനിക്ക് മരുന്ന് ഷീറ്റ് തരൂ, ഞാൻ പോയി വാങ്ങിയിട്ട് കൊണ്ടുവരാം എന്ന് സാഞ്ചി സന്തോഷത്തോടു കൂടി പറയും. അപ്പോൾ അവൾ പറയും, നന്ദി, നീ ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി മുതൽ അവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞങ്ങൾ 3 പേരും ചെയ്തോളാം, ഇനി നിങ്ങൾ അവനെ ഉപദ്രവിക്കാതിരിക്കാൻ എന്ന് അവൾ പറയും. അപ്പോൾ കർത്താവിൻ്റെ മകൾ പറയും, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അത് അവളുടെ കുറ്റമല്ല എന്ന് പറയും. ഞാനത് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കാമുകി പോവും. കർത്താവിൻ്റെ മകൾ അവളോട് വീണ്ടും ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ സാഞ്ചി അവളെ തടയും. പിന്നീട് സാഞ്ചിയും കർത്താവിൻ്റെ മകളും പുറത്ത് നടന്നു വരികയായിരിക്കും. കർത്താവിൻ്റെ മകൾ ചോദിക്കും, എനിക്കൊരു സംശയമുണ്ട്, നിങ്ങൾ നിയമപരമായ ഹീറോയുടെ ഭാര്യയല്ലേ? അദ്ദേഹത്തിൻ്റെ ബാല്യകാല പ്രണയിനിയാണ് അവൾ 8 വർഷത്തിനു ശേഷം തിരിച്ചെത്തി. അതിൽ നിങ്ങൾ എന്തിനാണ് അവൾക്ക് വഴി മാറി നിൽക്കുന്നത്? എന്തിനാണ് ഈ കൊട്ടാരം നിങ്ങൾ വിട്ടു പോകുന്നത്? നിങ്ങൾ കേസുകൾ തെളിയിക്കുന്നതിൽ മികച്ചതല്ലേ? നിങ്ങൾ വിട്ടിയാവരുത്. അവൻ നിങ്ങളുടെ ഭർത്താവാണ്. അവൾ ലജ്ജയില്ലാത്തവളാണ്. അവൾ എന്നോട് അപ്പോൾ സാഞ്ചി പറയും, അവൾ എന്നോട് ദയയുള്ളവളായിരുന്നു, ഞാൻ അവളെ എൻ്റെ സുഹൃത്തായി കണക്കാക്കുന്നുവെന്ന്. അപ്പോൾ കർത്താവിൻ്റെ മകൾ പറയും, ശരി, ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾ മനസ്കയാണ്, അത്ഭുതപ്പെടാനില്ല. അവൾ നിന്നോട് ദേഷ്യത്തിൽ സംസാരിച്ചു, അവൾ സ്നേഹിക്കുന്നത് കൊണ്ട്. അവനിപ്പോൾ കോമയിലാണ്. നിന്നെ രക്ഷിച്ചതിന് ഒരുപക്ഷെ നിങ്ങളായിരിക്കും അവളുടെ ശത്രുടൻ എന്ന് കർത്താവിൻ്റെ മകൾ പറയും. അപ്പോൾ സാജി പറയും, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവിൻ്റെ മകൾ പറയും, നീ പറയുന്ന പോലെ അവൾ നല്ല ആളാണെങ്കിൽ നീ അവളോട് ക്ഷമ ചോദിച്ചു നോക്ക്, സ്ത്രീകൾ പ്രശ്നക്കാരാണ് എന്ന് കർത്താവിൻ്റെ മകൾ പറയും. അപ്പോൾ സാജി, നീയും പെണ്ണാണല്ലോ, എനിക്കതിനെ നേരത്തെ അറിയാമായിരുന്നു എന്ന് മനസ്സിലിങ്ങനെ കരുതും. അപ്പോൾ അവിടേക്ക് ഭായി വരും. ഭായി ചോദിക്കും, നിങ്ങളൊരു ഇൻസ്പെക്ടറാണ്, കേസൊക്കെ തെളിഞ്ഞില്ലേ, ഇനി എന്താ ഞങ്ങളെ പിന്തുടരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? വിവിധ പ്രദേശങ്ങൾ അന്വേഷിക്കേണ്ടത് എൻ്റെ കടമയാണ്, അതിനാൽ ഞാൻ വന്നു. തെക്കൻ നഗരം പരിശോധിച്ചു സാഞ്ചിക്കൊപ്പം. ഞാൻ നിങ്ങളുടെ വടക്കൻ നഗരം പരിശോധിക്കാൻ പോകുന്നു, എന്നെ സ്വാഗതം ചെയ്യാൻ തയ്യാറാവണം എന്നവൾ പറയും. അപ്പോൾ ഭായി മനസ്സിൽ കരുതും, ഇവൻ ശരിക്കും എന്നെ ശല്യപ്പെടുത്തുന്നു, ഇവൻ ഇവിടെ നിന്നാൽ സാഞ്ചിക്കൊപ്പം സമയം ചെലവഴിക്കും, അതിനാൽ എനിക്ക് അവനോട് വാഗ്ദാനം ചെയ്യാൻ മാത്രമേ കഴിയൂ എന്ന്. എന്നിട്ട് അവളോട്, നിനക്ക് ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം മാത്രം ചെയ്യാമെന്ന് ഭായി പറയും. കർത്താവിൻ്റെ മകൾ പറയും, നമുക്കിപ്പോൾ തന്നെ പോകാം, ഭായിയുടെ മാളിക പരിശോധിക്കാൻ എന്ന് പറയും. പിന്നെ അവൾ മാറ്റി പറയും, വടക്കൻ നഗരം. പിന്നീട് കാണിക്കുന്നത് ഹീറോയുടെ അച്ഛനെയാണ്. അയാൾ നടന്നു പോകുമ്പോൾ ജനങ്ങൾ അവനെ കാത്തിരിക്കുന്നത് കാണും. അത് കാണുമ്പോൾ അച്ഛൻ പേടിക്കും, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് അവർ വന്നത്? അദ്ദേഹത്തെ കണ്ടതും അവർ ഓടി വരും. അച്ഛൻ പേടിച്ച് പറയും, പണ്ട് എൻ്റെ വിഷറിലേക്ക് എറിഞ്ഞ ചീഞ്ഞ മുട്ടയുടെ മണം ഇതുവരെ പോയിട്ടില്ല, എന്നെ ഒന്നും ചെയ്യരുത്. അപ്പം ആ ഒരു സ്ത്രീ മുട്ട കൊടുത്തിട്ട് പറയും, ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇതെന്തിനാണ്, ഇത് നാടൻ മുട്ടയാണോ എന്ന് അയാൾ ചോദിക്കും. അവർ, അതെ, യഥാർത്ഥ നാടൻ മുട്ടയാണ്, എൻ്റെ സഹോദരൻ ബൈഫാൻ കൗണ്ടിയിൽ താമസിക്കുന്നു, അവിടെയുള്ള എല്ലാ ഗ്രാമവാസികളെയും നിങ്ങൾ രക്ഷിച്ചു, നിങ്ങൾ ധീരനാണ്, ജ്ഞാനിയാണ്, ഞാൻ നന്ദി പറയാൻ വന്നതാണ്. അപ്പോൾ ജനങ്ങൾ പറയും, ഇനി എല്ലാ തെക്കൻ നഗരത്തിലെ കേസും ഭാവിയിലെ കേസെല്ലാം ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. അപ്പോൾ അച്ഛൻ ചോദിക്കും,
നിങ്ങൾ എന്നെ ശകാരിക്കില്ലേ? അപ്പം ജനങ്ങൾ പറയും, ഇല്ല, അങ്ങനെ ഞങ്ങളൊന്നും ചെയ്യില്ല. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ എടുത്ത് പൊന്തിക്കും. അപ്പം അച്ഛൻ സന്തോഷിച്ചിട്ട് മനസ്സിൽ കരുതും, സാഞ്ചി എൻ്റെ ചിഹ്നമാണ്. പിന്നെ കാണിക്കുന്നത് ബായുടെ വീടാണ്. അവിടെ കുറേ സാധനങ്ങൾ പരിചാരകർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊണ്ടുവെക്കുന്നുണ്ടാവും. അവൾ പെട്ടെന്ന് ചെയ്യൂ എന്ന് പറയുന്നുണ്ടാവും. അവിടേക്ക് ഭായി വരും. എന്നിട്ട് അവളോട് ചോദിക്കും, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ അവൾ പറയും, ഞാനിവിടെ താമസിക്കുകയാണ്. അപ്പോൾ ഭായി പറയും, ഇവിടെയോ? നിങ്ങൾ സത്രത്തിലൊക്കെ താമസിക്കുമോ? അപ്പോൾ അവൾ പറയും, ഞാൻ ഇൻസ്പെക്ടർ ആണെങ്കിലും മാന്യനാണ്. നീ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഭായി ചോദിക്കും. അപ്പോൾ അവൾ പറയും, നിങ്ങളുടെ മുറിയിൽ. അവിടെ വിശാലമാണ്, കൂടാതെ എനിക്ക് ചിത്രവും വരക്കാം. ഭായി ഞെട്ടും. എന്നിട്ട് അവളോട് ദേഷ്യപ്പെടും, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനെ ചെയ്യാനെന്ന് ചോദിക്കും. ആ സമയം നമ്മളെ ഭായിയുടെ അച്ഛൻ അങ്ങോട്ട് കടന്നു വരും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് അവൻ്റെ റൂമാണോ ഇഷ്ടപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ അവിടെ താമസിച്ചോളൂ, അവിടെ ഒഴിക്കാൻ ഞാൻ ഏർപ്പാടാക്കാം എന്ന് പറയും. സാഞ്ചി അവൻ്റെ കാമുകിയോട് ബാൽക്കണിയിലേക്ക് വരാൻ പറയും. അവൾ, നീ എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ സാഞ്ചി പറയും, ഞാൻ നിങ്ങളോട് മാപ്പ് പറയാൻ വന്നതാണ്, സോറി. എൻ്റെ നുണ കാരണം മാസ്റ്റർ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. എന്തിനധികം ഞാൻ ആ ഹീറോയെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ബൈഫാൻ കൗണ്ടിയുടെ കാര്യത്തിൽ അത് മറക്കുക, എന്നോട് മാപ്പ് പറയേണ്ട കാര്യമില്ല, അതിന് ഞാൻ കുറ്റം പറയുന്നില്ല എന്ന് അവൻ്റെ കാമുകി പറയും. നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ മരുന്ന് തിളപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ പോവും. അപ്പോൾ സാഞ്ചി നിൽക്കൂ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയും. അവൾ പറയും, ഞങ്ങളുടെ നാട്ടിൽ വഞ്ചകരുടെ ക്ഷണം ഉപയോഗശൂന്യമാണ്. സ്വയം കുത്തിയ ശേഷമേ അവനോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് അവൾ കത്തിയുരി അവളുടെ കയ്യിൽ കൊടുക്കും. നിങ്ങൾ സ്വയം കുത്തുന്നിടത്തോളം നമ്മൾ നല്ല ഫ്രണ്ട്സ് ആവും. കത്തി വാങ്ങിയിട്ട് അവൾ പറയും, നിങ്ങളൊരു വിഡ്ഢിയാണ്. എന്നാലും ഞാനൊരു കാര്യം പറയാം, ഞാൻ ഹീറോ ഇഷ്ടപ്പെടുന്നത് നിർത്തില്ല. നിങ്ങൾ അവനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ഞാനും അവനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. സാഞ്ചി പറയും, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നില്ല, അവൻ നിങ്ങളെയാണ് ഇഷ്ടം, അവനും ഞാനും എന്ന് പറഞ്ഞ് അവൾ തുടങ്ങുമ്പോഴേക്കും അവൻ്റെ കാമുകി സാഞ്ചിയുടെ മുഖത്തൊരൊറ്റ അടിയടിക്കും. അവൾ പറയും, ഞാനൊരു വ്യക്തിയല്ല, അങ്ങനെ നിങ്ങളുടെ എല്ലാ വാക്കുകളും ഞാൻ വിശ്വസിക്കില്ല. സാഞ്ചി, നിങ്ങളുടെ ബന്ധം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ നീ എനിക്ക് പകരക്കാരിയാണ് എന്ന് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത്. നിങ്ങൾ എനിക്ക് പകരക്കാരനായിരുന്നു. എന്നിരുന്നാലും അവൻ എനിക്കും നിനക്കും ഇടയിൽ മറച്ചു. നീ ശരിക്കും എൻ്റെ എതിരാളിയായി മാറി. ഇപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു, നിനക്ക് എൻ്റെ എതിരാളിയാവാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ എന്ന് അവൾ പറയും. സത്യത്തിൽ നിന്നെ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ ഞാൻ നിന്നെ വല്ലാതെ വെറുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, നിങ്ങളുടെ സൗഹൃദം ഒഴിവാക്കാൻ. അത് നന്നാവില്ല എന്ന് പറഞ്ഞ് അവൾ പോവും. അങ്ങനെ സാഞ്ചി മുഖം പൊത്തിപ്പിടിച്ച് കർത്താവിൻ്റെ മകളുടെ അടുത്തേക്ക് പോവും. അവൾ ചോദിക്കും, നിന്റെ മുഖത്തിന് എന്താ കുഴപ്പം? ഞാൻ നോക്കട്ടെ. അവൾ കൈയെടുക്കും. അടിച്ച അടയാളം അവൾ കാണും. നീ അവളോട് മാപ്പ് പറയാൻ പോയപ്പോൾ അവൾ ദൂരെ പോയി അടിച്ചു. എല്ലാം എൻ്റെ തെറ്റാണ്. അവളോട് ക്ഷമ ചോദിക്കാൻ ആവശ്യപ്പെട്ടത്. സാഞ്ചി പറയും, അത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങൾ ദയ കൊണ്ടാണ് അത് ചെയ്തത്. കർത്താവിൻ്റെ മകൾ പറയും, ഇനി നീ എന്ത് ചെയ്യും? അപ്പോൾ സാഞ്ചി പറയും, ഈ കൊട്ടാരത്തിൽ നിന്നും പുറത്ത് കടക്കുക, ഹീറോയെ എന്നേക്കുമായി ഉപേക്ഷിക്കുക. കർത്താവിൻ്റെ മകൾ പറയും, നീ ഉറപ്പിച്ചോ അവനെ ഒഴിവാക്കാൻ എന്ന് ചോദിക്കും. സാഞ്ചി അതെ എന്ന് പറയും. കർത്താവിൻ്റെ മകൾ പറയും, എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ പ്രണയ ത്രികോണം. നീ അവനെ ഒന്നുകൂടി പോയി കാണുക എന്ന് അവൾ പറയും. അങ്ങനെ അവൾ അവൻ്റെ അടുത്തേക്ക് പോവും. അവനോട് അവൾ സംസാരിക്കും. നീ എന്നെ ശല്യപ്പെടുത്തി എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഞാൻ അപകടത്തിൽ പെട്ടപ്പോഴെല്ലാം നീ എന്നെ സംരക്ഷിച്ചിരുന്നു. ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് അവൾ കരയും. എന്നിട്ട് സോറി എന്ന് പറയും. നിങ്ങൾ പറഞ്ഞിരുന്നു സുഹൃത്തുക്കളോട് വിശ്വസ്തത പാലിക്കണം, ഞാൻ ആദ്യം പോകണം എന്ന് പറഞ്ഞ് അവൾ പോവും. ഇതോടുകൂടി നമ്മൾ എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ.